It's almost 3,000 crore project. It's 3 lakh square feet build-up area. ఈ ప్రాజెక్ట్లో షాపింగ్ మాల్స్, మల్టీప్లెక్సెస్, ఐటీ పార్క్. ആ കോളനി താമസിക്കുന്നൊരുത്തിന് അണ്ണനെ കാണാൻ വന്നിരിക്കുന്നു. ഏയ് വാ. 2 മാസത്തിനകം അവിടുന്ന് ഞങ്ങൾ ഒഴിഞ്ഞു പോകണമെന്ന് സാറ് പറഞ്ഞിരുന്നില്ലേ? 400-ലധികം കുടുംബങ്ങളാണ് സാർ ഒഴിഞ്ഞു പോകേണ്ടി വരുന്നത്. അതിന് ഇവിടുന്ന് വിചാരിച്ചാൽ വേറെ എവിടേക്കെങ്കിലും ആ പ്രോജക്റ്റ് മാറ്റാൻ നോ ചാൻസ്. നീ ചെയ്യുന്നത് കൂടുതലായി സാർ. ഞങ്ങളെയൊക്കെ വഴിയാധാരമാക്കിയിട്ട് നീയൊക്കെ അവിടെ എന്തുണ്ടാക്കാൻ പോവാ? ഇന്ന് വരെ ഈ ഗേറ്റ് കിടന്ന് ഒരുത്തനും ഇങ്ങോട്ട് വരാൻ ധൈര്യം ഉണ്ടായിട്ടില്ല. ഇന്ന് ഞാനിവിടെ വന്നു. നാളെ മറ്റൊരുത്തനായിരിക്കും ഇവിടേക്ക് വരുന്നത്. ഇനി 1000 പേര് നിന്നോട് ചോദിക്കാൻ ഇവിടെ വന്നിരിക്കും. അപ്പൊ നീയൊക്കെ എന്ത് ചെയ്യൂടാ? നീ പറഞ്ഞത് വളരെ ശരിയാണ്. ഒരുത്തന്റെ ശബ്ദം ഇന്ന് എനിക്കെതിരെ ഉയർന്നിട്ടുണ്ടെങ്കിൽ നാളെ മറ്റൊരുത്തന്റെ ശബ്ദം ഉയർന്നിരിക്കും. അത് സംഭവിച്ചുകൂടാ. മുരുക, നായിന്റെ മോൻ പറഞ്ഞത് കേട്ടില്ലേ? എന്നോട് ചോദിക്കാൻ 1000 പേര് വരുമെന്ന്. വരട്ടെ. ആ ഗേറ്റ് കടന്ന് ഇവിടെ വരാൻ ഏതെങ്കിലും ഒരുത്തിന് ധൈര്യം ഉണ്ടെങ്കിൽ അവൻ ഈ ശവം കൊണ്ടുപോവാം. ഇല്ലെങ്കിൽ ഇവനെ ഇവിടെ ഇട്ട് കത്തിക്കും ഞാൻ. ഇപ്പൊ മനസ്സിലായോ മോനെ, എന്തിനാ എന്റെ കുഞ്ഞിനെ ഞാൻ അതിനെല്ലാം പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെന്ന്? അത് തന്നെ സംഭവിച്ചില്ലേ? ഇപ്പോ അവന്റെ അമ്മയ്ക്ക് അവനെ അവസാനമായിട്ടൊന്ന് കാണാൻ പോലും പറ്റിയില്ലല്ലോ. എന്ത് ചെയ്യും ഞങ്ങളിനി? ഇവിടെ ഒരാൾക്ക് പോലും അവന്റെ ശരീരം ഇവിടെ എത്തിക്കാനുള്ള ധൈര്യം പോലും ഇല്ല. അവന്റെ വീട് എവിടെടാ? ചരൺ, ഒന്നും വേണ്ടടാ, വിട്ടേക്ക്. ധർമ്മ ഇവിടെ എന്തിനാ? അവന്റെ വീട് എവിടെടാ?
അവനെപ്പോലൊരു പാവത്തിനെ കൊന്നുകളഞ്ഞ നിനക്ക് വലിയ തെറ്റുപറ്റിപ്പോയി. ഇപ്പൊ ഇവിടെ ഈ നിമിഷം വരെ നീയും ഞാനും തമ്മിൽ യാതൊരു ബന്ധം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇനി മുതൽ നിന്റെ ഓരോ പ്രവൃത്തികൾക്കുമുള്ള ശിക്ഷ ഞാൻ തരാൻ പോവാ. ഇപ്പം നിന്നെ എനിക്ക് കൊല്ലണമെന്നുണ്ട്. പക്ഷെ നീ അങ്ങനെ വെറുതെ ചാവാൻ പാടില്ല. ചാവേണ്ടത് ജനങ്ങൾക്ക് നിന്നോടുള്ള ഭയമോ. ഇന്ന് ഈ നിമിഷം മുതൽ ആ ഏരിയ എന്റെയാ, എന്റെ. പാവപ്പെട്ട ജനങ്ങളുടെ മുന്നിലിട്ട് പേപ്പട്ടിയെ പോലെ നിന്നെ തല്ലിക്കൊല്ലുന്നത് കാണാൻ പോലുള്ള ഭാഗ്യം നിന്റെ ഈ കാവൽ നായ്ക്കൾക്കുണ്ടാവില്ലടാ. അന്നുവരെ അവർ കണ്ടത് എൻ്റെ മകനെയായിരുന്നെങ്കിൽ അന്നു മുതൽ അവർ കാണാൻ തുടങ്ങിയത് ഒരു വിശ്വാസത്തെയാണ്, അവനിലുള്ള വിശ്വാസത്തെ. അണ്ണാ, നമ്മൾ ഒപ്പിടാൻ നൽകിയ പേപ്പറുകളെല്ലാം അവർ കത്തിച്ചു കളഞ്ഞു. ആ ഏരിയയിലുള്ളവർക്കെല്ലാം അവനെ ഭയങ്കര വിശ്വാസമാണ്. അവൻ എന്തുണ്ടാക്കുന്ന എന്നാ ഉണ്ടാക്കട്ടെ. ഈ കാണുന്നതെല്ലാം ഞാൻ ഒറ്റയ്ക്കുണ്ടാക്കിയതാ. ഈ കാണുന്ന സാമ്രാജ്യങ്ങളെല്ലാം എനിക്ക് നേടാമെങ്കിൽ ഇതും എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം. ഒരുത്തന്റെ ഒരു ഔദാര്യം വേണ്ട എനിക്ക്. ഇന്നൊരുത്തൻ വന്നിരിക്കുന്നു എന്നെ ചേരയ്ക്കുമെന്നും പറഞ്ഞു. അണ്ണാ, അവനെ ഇങ്ങ് വിട്ടേക്ക്, ഞാൻ നോയിക്കോളാം. മോന്ത കണ്ടല്ലോ, ഇപ്പൊ ഒരു സൈഡ് മാത്രമല്ലേ പറഞ്ഞു പോയിരിക്കുന്നേ. ഒരു പ്രാവശ്യം കൂടെ അവന്റെ മുമ്പിൽ ചെന്ന് ചാടിയാ നിനക്ക് ജീവിക്കാനേ ഈ തലയുണ്ടാവില്ല. ധർമ്മ, അവൻ നിസാരക്കാരനല്ല. ഭയമെന്തെന്ന് ഇതുവരെ അവൻ അറിഞ്ഞിട്ടില്ല. ആര് പറഞ്ഞാൽ അവൻ കേൾക്കുമോ? അവര് തന്നെ അവനെ പറഞ്ഞ് മനസ്സിലാക്കണം പേടിയെന്തെന്ന്. ഈ മെഡിസിൻ കണ്ടിന്യൂ ചെയ്തു. കണ്ടിട്ട് ഒന്നിനും ഒരു കുറവും കാണുന്നില്ലല്ലോ. ഇത്രയൊക്കെ ഉണ്ടായിട്ടും ധർമ്മയുടെ എന്തിനാ ചെറുക്കൻ ആവശ്യമില്ലാത്ത പണിക്ക് പോണേ? തന്തയാണെങ്കിൽ നേരത്തെ എങ്ങ് പോയി. ചെറുക്കൻ ഒരുത്തനുള്ളത് തള്ളയ്ക്ക് വായ്ക്കരിയിടാനെങ്കിലും വേണ്ടേ? ഇനിയിപ്പോൾ അവനങ്ങ് തട്ടിപ്പോയാലേ ആര് വായ്ക്കരിയിടും? അതുകൊണ്ട് പറഞ്ഞേക്കവനോട് ആവശ്യമില്ലാത്ത പണിക്ക് പോണ്ടാന്ന്. ചെറുപ്പത്തിൽ സ്കൂളിൽ അവൻ്റെ കുസൃതിത്തരങ്ങൾ കൂടുമ്പോൾ ടീച്ചർ അവനെപ്പറ്റി പല പല കംപ്ലൈൻറ്റുകളുമായിട്ട് എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് ഇതുപോലെ. അപ്പോൾ അവനെപ്പറ്റി ചെറിയൊരു ഭയം നിങ്ങൾക്കും തോന്നിയല്ലേ? നീ ഞൊട്ടു. അവൻ പറഞ്ഞാൽ അതുപോലെ ചെയ്തിരിക്കും. അവൻ എന്താ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നതെന്ന് അറിയില്ല. കഴിയുമെങ്കിൽ രക്ഷപ്പെടാൻ നോക്ക്, വാശി കാണിക്കാതെ. ഒരു കെട്ടിയവും പോലും ഇല്ലാത്ത നിന്നെപ്പോലെ തന്തയില്ലാത്തവന്മാർ പറയും കെട്ടിയോൻ ചത്തുപോയി, കെട്ടിയോൻ ചത്തുപോയി എന്നൊക്കെ. പക്ഷെ അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് എനിക്ക് അസലൊരു ആൺകുട്ടിയെ തന്നിട്ട് ഇറങ്ങിവിടുന്നു. അതെ, പോകാം നമുക്ക്. ഡോക്ടർ, സാറിന് BP അല്പം കൂടുതലാ. ടാബ്ലറ്റ് കൊടുത്തിട്ട് വിട്ടാൽ മതി. തള്ളയും മോനും ഈ ടൈപ്പാണെങ്കിൽ ആ തന്ത എന്തുമായിരിക്കും? ധർമ്മ, നമ്മൾ പേടിക്കണം. അവനെ എത്രയും പെട്ടെന്ന് മരിക്കാനുള്ള വഴി ആലോചിക്കണം.
പറയടാ, എവിടെ ഉണ്ടണ്ണ? എന്തു പറ്റി? വന്നണ്ണ അവനിവിടെ നമ്മുടെ മോളുമായിട്ട് പന്ത് തട്ടിക്കൊണ്ടിരിക്കുക.